പിണറായി ഭരണത്തിൽ കേരളത്തിൽ പോലീസിനും രക്ഷയില്ല. ഭയപ്പാടോടെ കാക്കിയെ കണ്ടിരുന്ന കാലം മാറിയെന്ന് ഗുണ്ടകൾ വിലസി നടക്കുകയാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോട്ടയത്തെ പോലീസുകാരന്റെ കൊലപാതകം. ഏറ്റുമാനൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമിയുടെ ചവിട്ടേറ്റാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സിവിൽ പോലീസ് ഓഫീസറായ ശ്യാം പ്രസാദാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏറ്റുമാനൂർ തെള്ളകം എക്സ് കാലിബർ ബാറിന് സമീപമാണ് സംഭവം അരങ്ങേറിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിബിൻ കാരിതാസിലെ തട്ടുകടയിൽ സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു. ഈ സമയത്താണ് പോലീസുകാരനായ ശ്യാം കടയിലെത്തിയത്. ഇതോടെ കടയിലുണ്ടായിരുന്ന ഉടമ ജിബിനോട് പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാം എത്തിയെന്നും പ്രശ്നമുണ്ടാക്കിയാൽ അകത്ത് കിടക്കുമെന്നും പറഞ്ഞു. ഇതോടെ ശുഭിതനായ പ്രതി ശ്യാമിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ജിബിന്റെ മർദ്ദനമേറ്റ ശ്യാം പ്രസാദ് കുഴഞ്ഞു വീഴുകയും തുടർന്ന് നാട്ടുകാരെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും കേരളത്തിൽ പോലീസിനും രക്ഷയില്ല എന്നത് തന്നെയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. രാവിലെ TV തുറന്നാൽ പ്രഭാത പരിപാടികൾ കേട്ടിരുന്ന നമ്മളിന്ന് കേൾക്കുന്നത് കൊള്ളയും കൊലപാതകവുമാണ്. ആളുകളുടെ ജീവന് സംരക്ഷണം നൽകുന്ന പോലീസിന്റെ ജീവൻ പോലും ഇന്ന് തുലാസിലാണ്. കഴിഞ്ഞ ദിവസമാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് തീക്കാറ്റ് എന്നറിയപ്പെടുന്ന സാജനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ തീക്കാറ്റ് സാജനെ പോലീസ് അറസ്റ്റ് ചെയ്യാനിടയാക്കിയ കാരണം കേട്ടാൽ കേരളീയർ പോലും ഞെട്ടും. തന്റെ അനുയായികളെ പോലീസ് ഒരു കാരണവുമില്ലാതെ പിടികൂടിയാൽ പോലീസ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബെറിഞ്ഞ് തകർക്കുമെന്നായിരുന്നു സാജന്റെ ഭീഷണി മുഴക്കി മാസങ്ങൾക്ക് ശേഷമാണ് തീക്കാറ്റ് സാജൻ പോലീസിന്റെ വലയിലാകുന്നത് പോലും. കൂടാതെ തലസ്ഥാന നഗരിയിൽ DJ പാർട്ടിക്കിടയിൽ ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടിയതും അവർ നിഷ്പ്രയാസം പുറത്തിറങ്ങിയതും നമ്മൾ കണ്ടു. അവരെല്ലാം തന്നെ CPM അനുഭാവികളായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം തൃശൂരിൽ കാപ്പ കേസ് പ്രതിയുടെ കുത്തേറ്റ് CAയ്ക്ക് പരിക്കേറ്റതും ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. അതേസമയം ശ്യാം പ്രസാദിന്റെ മരണം കേരളം ചർച്ച ചെയ്യുമ്പോൾ ഓർക്കപ്പെടേണ്ട മറ്റൊരു പോലീസുകാരൻ കൂടിയുണ്ട്. അതാണ് കോൺസ്റ്റബിൾ ചന്ദ്രൻ. കോൺസ്റ്റബിൾ ചന്ദ്രനെ കൊലക്കത്തിക്കിരയാക്കിയ പുട്ടുകുഞ്ഞുമോൻ വർഷം 19 പിന്നിടുമ്പോഴും പോലീസിനെ കബളിപ്പിച്ച് വിലസുകയാണ്. ഇപ്പോഴും സുകുമാരക്കുറുപ്പിനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യുമ്പോൾ പുട്ടുകുഞ്ഞുമോനെ പറ്റി ചർച്ച ചെയ്യാറില്ല. കൂടാതെ പോലീസുകാരനെ കുത്തിക്കൊന്ന ആട് ആന്റണിയെയും കേരളം അത്ര വേഗം മറന്നിട്ടുണ്ടാകില്ല. കുണ്ടറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 പോലീസുകാരെ കുത്തി പരിക്കേൽപ്പിക്കുകയും അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്ത കേസിലെ പ്രതിയായിരുന്നു ഈ ആട് ആന്റണി. അതായത് പോലീസിന് നേരെ വരെ ഇന്ന് ഗുണ്ടകളുടെ വിളയാട്ടം തന്നെ. ഇന്ന് ഗുണ്ടകളുടെയും മയക്കുമരുന്ന് ലോബികളുടെയും കരങ്ങളിൽ പിടയുകയാണ് കേരളം. കൂടാതെ സംസ്ഥാനത്ത് 1.5 വർഷത്തിനിടെ 500-ലധികം ഗുണ്ടകൾ വർദ്ധിച്ചതായാണ് കണക്കുകൾ പോലും സൂചിപ്പിക്കുന്നത്. 2022 അവസാനം പോലീസ് തയ്യാറാക്കിയ കണക്കനുസരിച്ച് ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ സജീവമായ 2272 പേരാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം ശേഖരിച്ച കണക്കനുസരിച്ച് 2815 ഗുണ്ടകളാണ് കേരളത്തിലുള്ളത്. അതായത് 500-ലധികം ഗുണ്ടകളാണ് പുതുതായി പട്ടികയിലേക്ക് വന്നിരിക്കുന്നതെന്നർത്ഥം. കൂടാതെ ഗുണ്ടകൾക്കൊപ്പം ലഹരി സംഘങ്ങളും പിടിമുറക്കുന്നതായാണ് പോലീസിന്റെ മറ്റൊരു റിപ്പോർട്ട്. 2024 ഏപ്രിൽ വരെയുണ്ടായ 140 കൊലപാതകങ്ങളിൽ കൂടുതലും ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. എന്തായാലും കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. സർവ്വ മേഖലകളിലും ക്രമസമാധാന നില പാടെ തകർന്നു കഴിഞ്ഞു. കൊള്ളയും കൊലപാതകവും ബലാത്സംഗവുമെല്ലാം ഇന്ന് കേരളത്തിൽ നിത്യസംഭവമായി. കൂടാതെ എന്തുകൊണ്ടാണ് ഈ ഗുണ്ടകൾ ഇന്ന് കേരളത്തിൽ പെരുകുന്നത് എന്ന് നോക്കിയാൽ ഇന്ന് ഗുണ്ടകളെല്ലാം തന്നെ CPM അനുഭാവികളായിരിക്കും എന്നതാണ് മറ്റൊരു സത്യം. അവരുമായി ചേർന്ന് പോകുന്ന പോലീസുകാർക്ക് ഇന്ന് കേരളത്തിൽ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. എന്നാൽ ആഭ്യന്തര വകുപ്പ് പാടെ പരാജയമാണെന്ന് തന്നെ പറയാം. ശ്യാം പ്രസാദിന്റെ കൊലപാതകത്തോടെയാണെങ്കിലും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി ഉണരുമെന്ന് കരുതാം.